ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ ചിക്കൻ കറിയാണ്. അതിനു വേണ്ടി 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് പണ്ട് കാലങ്ങളിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. 1 കിലോ നാടൻ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത് പൊടിച്ച പൊടിയാണ്. 2 സ്പൂൺ മല്ലിപ്പൊടിയും 2.5 സ്പൂൺ മുളക് പൊടിയും നല്ലതുപോലെ വറുത്തതാണ്. അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇത് 5 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 കൊത്ത് കറിവേപ്പില ഇടാം. ഞാൻ ഇതിലേക്ക് ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. അതിന് ആവശ്യമുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇനി നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പെല്ലാം ആവശ്യത്തിന് ചേർത്താൽ മതി. ഇത് നമുക്കൊരു 10 മിനിറ്റ് സമയം അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്കിത് തയ്യാറാക്കാം. നാടൻ ചിക്കൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മുളക്, ഉള്ളി ഈ എണ്ണയിലേക്ക് ഇടാം. ഇതിലേക്ക് നമുക്ക് 2 കൊത്ത് കറിവേപ്പില ഇടാം. ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ഏലക്കായും 3-4 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഇളക്കാം. ഉള്ളിയും മുളകുമൊക്കെ മൂത്ത് വരുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ വയ്ക്കുന്ന നാടൻ ചിക്കൻ കറിയാണിത്. പണ്ട് കാലങ്ങളിൽ ഇരുമ്പ് ചട്ടിയിലാണ് അല്ലെങ്കിൽ കറിച്ചട്ടിയിലാണ് ഇറച്ചിക്കറി വയ്ക്കുന്നത്. ഉള്ളിയും മുളകും എല്ലാം മൂത്ത് വരുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് പുരട്ടി വച്ചിരിക്കുന്ന ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഉപ്പും മുളകുമെല്ലാം നല്ലതുപോലെ പിടിച്ചു ഇതിലേക്ക് നമുക്ക് ഇറച്ചി കഷ്ണങ്ങൾ ഇടാം. ആക്കിയിട്ട് ഇതിൽ ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഇറച്ചിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നാടൻ ചിക്കൻ ആയതുകൊണ്ട് നല്ലതുപോലെ കുറച്ച് സമയം വേകാനുണ്ട്. ഇതൊരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി തുറന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ വെന്തോന്ന് നോക്കാം. നല്ലതുപോലെ തിളച്ച് വെന്ത് വരുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റാനുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കിത് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഇളക്കി കൊടുക്കാം. ചിക്കൻ കറി വെന്ത് വരുന്നുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്ന് ഉള്ളിയെല്ലാം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 കൊത്ത്
കറിവേപ്പില 2 കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 നാടൻ മുട്ട ഉടച്ച് ചേർത്ത് കൊടുക്കാം. രണ്ടോ മൂന്നോ മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലൊരു 3 മുട്ടയാണ് ചേർത്ത് കൊടുത്തത്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് പണ്ടു കാലങ്ങളിൽ തയ്യാറാക്കിക്കൊണ്ടിരുന്ന നാടൻ ചിക്കൻ കറിയാണ്. കറിയെല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഗ്രേവി ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി മുമ്പേ ഇത് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഗ്രേവി എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. നമ്മുടെ നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.